സർ, നമ്മുടെ ബിസിനസിന്റെ സ്വഭാവം മാറുകയാണ്, സർവീസിന്റെ സ്വഭാവം മാറുകയാണ്, നമ്മുടെ ക്യാപിറ്റലിന്റെ സ്വഭാവം, മൂലധനത്തിന്റെ സ്വഭാവം മാറുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റാണ്. അസാമാന്യമായ പരിധികളില്ലാത്ത കൺസ്യൂമേഴ്സ് ഉള്ള സ്റ്റേറ്റാണ്. സാർ, ഈ ബിസിനസ്സും സർവീസും ഒക്കെ ഇപ്പോൾ മാറി റീറ്റെയിൽ ബിസിനസ്സും അതുപോലെ ഹോൾസെയിൽ ബിസിനസ്സും ഒക്കെ പതിയെ പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലൗഡ് ക്യാപിറ്റലിലേക്ക് മാറി, നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ക്ലൗഡ് ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ ആമസോണിനെ കുറിച്ചും നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. സർ, നിരവധിയായ ഡിസ്നി പ്ലസ് പോലെ, എയർബം പോലെ, യൂബർ പോലെയുള്ള ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് നിൽക്കുകയാണ്. സർ, ഭീമമായ ബിസിനസ്സാണ് ഇതിലൂടെ നടക്കുന്നത്. നമ്മൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹ്യൂജ് ബിസിനസ്സാണ്. ആ ബിസിനസ് നടക്കുമ്പോൾ വലിയ തോതിലുള്ള നികുതി ചോർച്ച സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇപ്പോഴുള്ള നിയമങ്ങളൊന്നും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല. സർ, എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്, വളരെ ഗൗരവത്തോടു കൂടി ഈ ക്ലൗഡ് ബിസിനസിനെ കുറിച്ചും ക്ലൗഡ് സർവീസിനെ കുറിച്ചും നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ ഭീമമായ കോടികളുടെ നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ മേഖലയെക്കുറിച്ചും പ്രത്യേകമായൊരു പഠനം നടത്തി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവുമോ?